carry out removing and fitting of new pilot bearing, removing and fitting of ring gear on flywheel, relining a clutch plate, checking condition of flywheel and pressure plate surface for reconditioning. ഹലോ, എൻ്റെ പേര് ഷീന. ഈ മോഡ്യൂളിൽ നമ്മൾ പൈലറ്റ് ബെയറിംഗ് നീക്കം ചെയ്യാനും പുതിയത് ഘടിപ്പിക്കാനും ഫ്ലൈ വീലിലെ റിംഗ് ഗിയർ നീക്കം ചെയ്യാനും ഘടിപ്പിക്കാനും ഒരു ക്ലച്ച് പ്ലേറ്റ് റീലൈനിങ് ചെയ്യാനും ഫ്ലൈ വീലിലെ അവസ്ഥയും പ്രഷർ പ്ലേറ്റ് സർഫേസ് റീകണ്ടീഷനിങ്ങിനുമായി പരിശോധിക്കാനും പോകുന്നു. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് സാധിക്കും പൈലറ്റ് ബെയറിംഗ് നീക്കം ചെയ്ത് റീഫിറ്റ് ചെയ്യാനും, ഫ്ലൈ വീൽ റിംഗ് ഗിയർ നീക്കം ചെയ്ത് റീഫിറ്റ് ചെയ്യാനും, ക്ലച്ച് പ്ലേറ്റ് റീലൈനിങ് ചെയ്യാനും, ഫ്ലൈ വീലിന്റെയും പ്രഷർ പ്ലേറ്റിന്റെയും അവസ്ഥ പരിശോധിക്കാനും ഇപ്പോൾ നമുക്ക് ആവശ്യമായ എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ, ടൂളുകൾ എന്നിവ നോക്കാം. ടൂളുകൾ, ഇൻസ്ട്രുമെന്റുകൾ. ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം, സ്ട്രെയിറ്റ് എഡ്ജ് ഒരെണ്ണം, ബോക്സ് സ്പാനർ ഒരു സെറ്റ്, സ്പെഷ്യൽ ടൂൾ ബെയറിംഗ് പുള്ളർ ഒരെണ്ണം, ടോർക്ക് റെഞ്ച് ഒരെണ്ണം. എക്യുപ്മെന്റുകൾ, മെഷീനറികൾ. ഹെവി വെഹിക്കിൾ ഒരെണ്ണം. മെറ്റീരിയലുകൾ: കോട്ടൺ വേസ്റ്റ്, ക്ലീനിംഗ് ടൂൾ, സോപ്പ് ഓയിൽ. പൈലറ്റ് ബെയറിംഗ്. പൈലറ്റ് ബെയറിംഗ് പരിശോധിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഒരു പൈലറ്റ് ബെയറിംഗിന്റെ പങ്ക് എന്താണെന്നും അത് തകരാറുള്ളപ്പോൾ എങ്ങനെ തിരിച്ചറിയാമെന്നും നോക്കാം. ക്ലച്ച് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്മിഷന്റെ ഇൻപുട്ട് ഷാഫ്റ്റും എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റും വ്യത്യസ്ത സ്പീഡിൽ കറങ്ങുന്നു. പൈലറ്റ് ബെയറിംഗ് ഈ വ്യത്യാസം അനുവദിക്കുന്നു. അതുകൊണ്ടാണ് ക്ലച്ച് പെഡൽ പൂർണ്ണമായും റിലീസ് ആയി ക്ലച്ച് പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുമ്പോഴാണ് ഒരു തകരാറുള്ള പൈലറ്റ് ബെയറിംഗ് ഏറ്റവും കൂടുതൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഇത് ക്രാങ്ക് ഷാഫ്റ്റ് ഫ്ലേഞ്ചിന്റെ അല്ലെങ്കിൽ ഫ്ലൈ വീലിന്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പൈലറ്റ് ബെയറിംഗുകൾ എഞ്ചിനും ക്ലച്ചിനും ഇടയിൽ ഇരിക്കുകയും ട്രാൻസ്മിഷൻ ഷാഫ്റ്റും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിലുള്ള സ്പീഡ് ഡിഫറൻസ് അനുവദിക്കുകയും ചെയ്യുന്നു. പൈലറ്റ് പരാജയപ്പെടുന്നതിന്റെ ആദ്യ ലക്ഷണങ്ങൾ ക്ലച്ച് വിച്ഛേദിക്കുമ്പോഴെല്ലാം ശബ്ദമായിരിക്കാം. ട്രാൻസ്മിഷൻ ഗിയറുകൾക്കിടയിൽ മാറുന്നത് ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ നിർത്തുമ്പോൾ റിവേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്കോ ഇടാൻ പ്രയാസമാണെന്ന് ഡ്രൈവർ ശ്രദ്ധിച്ചേക്കാം. തുരുമ്പെടുത്തതോ കേടായതോ ആയ പൈലറ്റ് ബെയറിംഗ് ഒരു ഞരക്കമോ പൊടിക്കുന്നതോ ആയ ശബ്ദം ഉണ്ടാക്കും. ബെയറിംഗ് പൂർണ്ണമായും കേടായാൽ അത് വളരെ ഉച്ചത്തിലായിരിക്കും. ക്രാങ്ക് ഷാഫ്റ്റും ഇൻപുട്ട് ഷാഫ്റ്റും വ്യത്യസ്ത സ്പീഡിൽ കറങ്ങുമ്പോഴെല്ലാം ഇത് സംഭവിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രൊസീജിയറിലേക്ക് പോകാം. ടാസ്ക് 1: പൈലറ്റ് ബെയറിംഗ് നീക്കം ചെയ്യുക, വൃത്തിയാക്കുക, പരിശോധിക്കുക, റീഫിറ്റ് ചെയ്യുക. ഗിയർ ബോക്സ് അസംബ്ലി നീക്കം ചെയ്തുകൊണ്ട് ആരംഭിക്കുക, തുടർന്ന് ക്ലച്ച് അസംബ്ലി നീക്കം ചെയ്യുക. ഫ്ലൈ വീലിന്റെ മൗണ്ടിങ്ങുകൾ അഴിക്കാൻ തുടങ്ങുക. അടുത്തതായി ഫ്ലൈ വീൽ അസംബ്ലി സുരക്ഷിതമാക്കുന്ന ബോൾട്ടുകൾ നീക്കം ചെയ്ത് ഫ്ലൈ വീൽ അസംബ്ലി പുറത്തെടുക്കുക. ഫ്ലൈ വീൽ മൗണ്ടിംഗ് ഫ്ലേഞ്ചും ക്രാങ്ക് ഷാഫ്റ്റിന്റെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൈലറ്റ് ബെയറിംഗും നന്നായി വൃത്തിയാക്കുക. പൈലറ്റ് ബെയറിംഗ് നീക്കം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടൂൾ അറ്റാച്ച് ചെയ്യുക. ഒരു ബെയറിംഗ് പുള്ളി ഉപയോഗിച്ച് പൈലറ്റ് ബെയറിംഗ് ക്രമേണ പുറത്തെടുത്ത് ഒരു ട്രേയിൽ വയ്ക്കുക. തുടർന്ന് മണ്ണെണ്ണ ഉപയോഗിച്ച് ബെയറിംഗ് വൃത്തിയാക്കുക. തുടർന്ന് എയർ പ്രഷർ ഉപയോഗിച്ച് സൂക്ഷ്മ കണങ്ങളെ ഇല്ലാതാക്കുക. കേടുപാടുകൾ സംഭവിച്ചതിന്റെ ഏതെങ്കിലും ലക്ഷണങ്ങൾക്കായി ബെയറിംഗിന്റെ സമഗ്രമായ പരിശോധന നടത്തുക. ബെയറിംഗ് ശബ്ദം പരിശോധിക്കുക. കേടുപാടുകൾ കണ്ടെത്തിയാൽ പൈലറ്റ് ബെയറിംഗ് ഒരു പുതിയ കോമ്പോണന്റ് ഉപയോഗിച്ച് റീപ്ലേസ്. ബെയറിംഗ് ഫിക്സിംഗ് സ്പോട്ടിൽ ഗ്രീസ് പുരട്ടി ക്രാങ്ക് ഷാഫ്റ്റിന്റെ പിൻഭാഗത്ത് ബെയറിംഗ് സ്ഥാപിക്കുക. ഒരു ബ്രാസ് ഡ്രിഫ്റ്റും ചുറ്റികയും ഉപയോഗിച്ച് ബെയറിംഗ് സുരക്ഷിതമായി ശരിയാക്കുക. അത് ശരിയായി ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ക്ലച്ച് ഷാഫ്റ്റിന്റെ സഹായത്തോടെ ബെയറിംഗ് പ്ലേ പരിശോധിക്കുക. ബെയറിംഗിൽ അമിതമായ പ്ലേയോ നോയിസോ ഇല്ലെന്ന് ഉറപ്പാക്കുക. ബെയറിംഗ് പരിശോധനയ്ക്ക് ശേഷം ഫ്ലൈ വീലും ക്ലച്ച് അസംബ്ലിയും മൗണ്ട് ചെയ്യുക. ക്ലച്ച് പ്ലേറ്റ് അലൈൻ ചെയ്യാൻ ക്ലച്ച് ഷാഫ്റ്റ് ഉപയോഗിക്കുക. ത്രസ്റ്റ് ബെയറിംഗ് ശരിയാക്കി ഗിയർ ബോക്സ് അസംബ്ലി വീണ്ടും അറ്റാച്ച് ചെയ്യുക. അവസാനമായി പ്രക്രിയ പൂർത്തിയാക്കാൻ ക്ലച്ച് പെഡൽ ലിങ്കേജുകളും ട്രാൻസ്മിഷൻ ലിങ്കേജുകളും കണക്ട് ചെയ്യുക.
ടാസ്ക് 2 ഫ്ലൈ വീൽ റിംഗ് ഗിയർ നീക്കം ചെയ്യൽ. ഫ്ലൈ വീലിന്റെ മൗണ്ടിങ്ങുകൾ അഴിച്ചുകൊണ്ട് ആരംഭിക്കുക. തുടർന്ന് ഫ്ലൈ വീൽ മൗണ്ടിംഗ് ബോൾട്ടുകൾ നീക്കം ചെയ്യുക. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ പിന്തുടർന്ന് ഫ്ലൈ വീൽ ശ്രദ്ധാപൂർവം പുറത്തെടുത്ത് കൂടുതൽ പരിശോധനയ്ക്കായി ഒരു വർക്ക് ബെഞ്ചിൽ വയ്ക്കുക. മുഴുവൻ ഫ്ലൈ വീൽ അസംബ്ലിയും വൃത്തിയാക്കി ഫ്ലൈ വീൽ റിംഗിന്റെ ഫിറ്റിംഗ് പരിശോധിക്കുക. ഒരു ബ്രാസ് ഡ്രിഫ്റ്റും ചുറ്റികയും ഉപയോഗിച്ച് ഫ്ലൈ വീൽ റിംഗ് നീക്കം ചെയ്യുക. റിംഗ് ഉറച്ചിരിക്കുന്നതും നീക്കം ചെയ്യാൻ കഴിയാത്തതുമായ സന്ദർഭങ്ങളിൽ റിംഗ് ചൂടാക്കി അത് നീക്കം ചെയ്യുക. ഫ്ലൈ വീലിൽ അടിഞ്ഞുകൂടിയ പൊടിയും തുരുമ്പും നന്നായി വൃത്തിയാക്കുക. ഫ്ലൈ വീൽ റിംഗ് ഗിയർ റീഫിറ്റ് ചെയ്യുന്നതിന് ഒരു പുതിയ ഫ്ലൈ വീൽ റിംഗ് തിരഞ്ഞെടുക്കുക. അത് സ്ഥാപിക്കുന്നതിന് മുമ്പ് ഒരു പ്രൊപ്പെയിൻ ടോർച്ച് ഉപയോഗിച്ച് ഫ്ലൈ വീൽ റിംഗ് 300 ഡിഗ്രി വരെ തുല്യമായി ചൂടാക്കുക. ഉചിതമായി ചൂടാക്കി കഴിഞ്ഞാൽ ഫ്ലൈ വീൽ റിംഗ് ഫ്ലൈ വീലിൽ സ്ഥാപിക്കുക. അത് സുരക്ഷിതമായി ഘടിപ്പിക്കാൻ ചുറ്റികയും ബ്രാസ് ഡ്രിഫ്റ്റും ഉപയോഗിക്കുക. ടാസ്ക് 3 ക്ലച്ച് പ്ലേറ്റ് റിലൈനിംഗ് ചെയ്യൽ. ക്ലച്ച് പ്ലേറ്റും ലൈനിങ്ങും ശ്രദ്ധാപൂർവം പരിശോധിച്ചുകൊണ്ട് ആരംഭിക്കുക. പഴയ റിവറ്റുകൾ നീക്കം ചെയ്യാൻ ഒന്നുകിൽ ഡ്രില്ലർ അല്ലെങ്കിൽ ഹാമർ ഉപയോഗിച്ച് ഒരു സെന്റർ പഞ്ച് ഉപയോഗിക്കുക. പഴയ ലൈനിംഗ് വിജയകരമായി നീക്കം ചെയ്ത ശേഷം ക്ലച്ച് ഹബ്ബും കുഷ്യൻ സ്പ്രിംഗുകളും വൃത്തിയാക്കുക. ക്ലച്ച് ഹബ് ഫ്ലേഞ്ച്, ടോർഷൻ സ്പ്രിംഗ്, കുഷ്യൻ സ്പ്രിംഗ് എന്നിവയിൽ കേടുപാടുകൾ, ക്രാക്കുകൾ അല്ലെങ്കിൽ നോയിസ് എന്നിവയുടെ ഏതെങ്കിലും ലക്ഷണങ്ങൾക്കായി സമഗ്രമായ പരിശോധന നടത്തുക. അത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ കേടായ കോമ്പോണന്റുകൾ നന്നാക്കുക അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കുക. മാറ്റിസ്ഥാപിക്കുന്നതിനായി ക്ലച്ച് ലൈനിംഗിന്റെയും റിവറ്റുകളുടെയും ഉചിതമായ വലുപ്പം തിരഞ്ഞെടുക്കുക. റിലൈനിംഗിന് മുമ്പ് ക്ലച്ച് ലൈനിംഗുകളും ഹബ് യൂണിറ്റും നന്നായി വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ക്ലച്ച് സ്പ്രിംഗിലെ റിവറ്റ് ഹോളുകൾ ക്ലച്ച് ലൈനിംഗ് ഉപയോഗിച്ച് അലൈൻ ചെയ്യുക. ഒരു ഹാൻഡ് വൈസ് അല്ലെങ്കിൽ സി ക്ലാമ്പുകൾ ഉപയോഗിച്ച് ക്ലച്ച് പ്ലേറ്റിലേക്ക് ലൈനിംഗുകൾ സുരക്ഷിതമാക്കുക. റിവറ്റ് ഹോളുകൾക്ക് കഴിയുന്നത്ര അടുത്ത് ക്ലാമ്പുകൾ സെറ്റ് ചെയ്യുക. ഒരു ഇൻസ്ട്രക്ടറുടെ മാർഗനിർദ്ദേശപ്രകാരം ക്ലച്ച് പ്ലേറ്റിലേക്ക് ലൈനിംഗുകൾ ക്രമത്തിൽ റിവറ്റ് ചെയ്യുന്നതിന് കാൽകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന റിവറ്റിംഗ് മെഷീൻ ഉപയോഗിക്കുക. റിവേറ്റിംഗിന് ശേഷം സുരക്ഷിതമായ അറ്റാച്ച്മെന്റ് ഉറപ്പാക്കാൻ ലൈനിംഗ് റിവറ്റുകളുടെ ടൈറ്റ്നസ് പരിശോധിക്കുക. അസംബ്ലി വീണ്ടും ഉപയോഗിക്കുന്നതിന് മുമ്പ് ക്ലച്ച് ലൈനിംഗുകൾ ശരിയായി റിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുക. ടാസ്ക് 4 പ്രഷർ പ്ലേറ്റ് പരിശോധിക്കുന്നു. അതിന്റെ സർഫേസ് നന്നായി വൃത്തിയാക്കിക്കൊണ്ട് പ്രഷർ പ്ലേറ്റ് പരിശോധന ആരംഭിക്കുക. കൂടാതെ പ്രഷർ പ്ലേറ്റിന്റെ ഫ്രിക്ഷൻ ഫേസ് വിഷ്വലി ഇൻസ്പെക്ട് ചെയ്ത് തേയ്മാനത്തിന്റെയോ കേടുപാടുകളുടെയോ അടയാളങ്ങൾ തിരിച്ചറിയുക. സ്ട്രെയിറ്റ് എഡ്ജും ഫീലർ ഗേജും ഉപയോഗിച്ച് ഫ്രിക്ഷൻ ഫേസിന്റെ ഫ്ലാറ്റ്നസ് വിലയിരുത്തുക. ഫ്ലാറ്റ്നസ് നിർദ്ദിഷ്ട പരിധിക്കുള്ളില്ലെങ്കിൽ പ്രഷർ പ്ലേറ്റ് റീപ്ലേസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എന്നിരുന്നാലും റീസർഫേസിംഗ് പ്രോസസ്സിൽ ഏറ്റവും കുറഞ്ഞ സ്പെസിഫിക് തിക്നെസ്സിലും കുറവായി ഗ്രൈൻഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ടാസ്ക് 5 ഫ്ലൈ വീൽ പരിശോധിക്കുന്നു. ഫ്ലൈ വീൽ സർഫേസിൽ എന്തെങ്കിലും ക്രാക്കുകൾ, ബേർണിംഗിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സ്കോറിംഗ് എന്നിവ വിഷ്വലി ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് ആരംഭിക്കുക. ഒരു സ്ട്രെയിറ്റ് എഡ്ജും ഫീലർ ഗേജും ഉപയോഗിച്ച് ഫ്ലൈ വീൽ ഫ്രിക്ഷൻ സർഫേസിന്റെ വാർപേജ് വിലയിരുത്തുക. മാനുഫാക്ചർ വ്യക്തമാക്കിയ ഏറ്റവും കുറഞ്ഞ ലിമിറ്റിൽ വാർപേജ് കൂടുതലാണെങ്കിൽ ഫ്ലൈ വീൽ റീഗ്രൗണ്ട് ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ റിംഗ് ഗിയറിലെ ഏതെങ്കിലും തേയ്മാനത്തിനോ അല്ലെങ്കിൽ കേടുപാടുകൾക്കോ ആയി വിലയിരുത്തുക. കൂടാതെ പൈലറ്റ് ബെയറിംഗിന്റെ സർവീസബിലിറ്റി സ്ഥിരീകരിക്കുക. ക്രാങ്ക്ഷാഫ്റ്റിലേക്ക് ഫ്ലൈ വീൽ മൗണ്ട് ചെയ്ത് ഇൻസ്പെക്ഷൻ ടേബിളിൽ വയ്ക്കുക. ഒരു ഡയൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ഫ്ലൈ വീലിന്റെ ഫേസ് റണ്ണൌട്ട് രേഖപ്പെടുത്തുക. ഫ്ലൈ വീലിന്റെ ഫേസ് റണ്ണൌട്ട് മാനുഫാക്ചർ വ്യക്തമാക്കിയ ഏറ്റവും കുറഞ്ഞ പരിധിയെ മറികടക്കുകയാണെങ്കിൽ ഫ്ലൈ വീൽ റീഗ്രൗണ്ട് ചെയ്യുന്നത് പരിഗണിക്കുക. ഗ്രൈൻഡിംഗ് പ്രക്രിയയിൽ ഫ്ലൈ വീലിന്റെ തിക്നെസ് അതിന്റെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി നിലനിർത്തുന്നതിന് മാനുഫാക്ചർ വ്യക്തമാക്കിയ ലിമിറ്റിനുള്ളിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കുക. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു റീക്യാപ്പ് ചെയ്യാം. പൈലറ്റ് ബെയറിംഗ് നീക്കം ചെയ്ത് റീഫിറ്റ് ചെയ്യുക. ഫ്ലൈ വീൽ റിംഗ് ഗിയർ നീക്കം ചെയ്ത് റീഫിറ്റ് ചെയ്യുക.
ക്ലച്ച് പ്ലേറ്റ് റീലൈനിങ് ചെയ്യൽ, ഫ്ലൈ വീലിന്റെയും പ്രഷർ പ്ലേറ്റിന്റെയും കണ്ടീഷൻ പരിശോധിക്കുക. അങ്ങനെ പുതിയ പൈലറ്റ് ബെയറിംഗ് നീക്കം ചെയ്യാനും ഫിറ്റ് ചെയ്യാനും ഫ്ലൈ വീലിലെ റിംഗ് ഗിയർ നീക്കം ചെയ്യാനും ഫിറ്റ് ചെയ്യാനും ഒരു ക്ലച്ച് പ്ലേറ്റ് റീലൈനിങ് ചെയ്യാനും ഫ്ലൈ വീലിന്റെ അവസ്ഥയും പ്രഷർ പ്ലേറ്റ് സർഫേസും റീകണ്ടീഷനിങ്ങിനായി പരിശോധിക്കാനും നമ്മൾ പഠിച്ചു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.